നമസ്കാരം. ബിഗ് ബോസ് നമ്മൾ ചില സിനിമകൾ ട്രെയിലറൊക്കെ കണ്ട് എക്സൈറ്റഡ് ആയിട്ട് കാണാനിരിക്കുന്ന സമയത്ത് നമ്മുടെ ആരെങ്കിലും ബന്ധുക്കളോ സുഹൃത്തുക്കളോ അല്ലേ വന്ന് അതിന്റെ ക്ലൈമാക്സ് പറയുന്ന ഒരു രസച്ചരട് പൊട്ടിക്കുന്ന ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാത്തവരാരുമായി ഉണ്ടാവില്ല അല്ലേ, ഉണ്ടാവാത്തവരായിട്ട് അങ്ങനെ ചില രസച്ചരട് പൊട്ടിക്കുന്ന ചില സംഭവങ്ങളാണ് ഇപ്പൊ ഫേസ്ബുക്കിലോ അല്ല യൂട്യൂബിലോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഞാനായിട്ടത് മാറ്റി വെക്കുന്നില്ല. സംഭവം ഇതാണ്. ഇപ്രാവശ്യം 2 എവിക്ഷൻസ് ഉണ്ട്. ഇന്നലെ ഞാൻ വീഡിയോ കണ്ടിട്ട് ഇന്ന് മിക്കവാറും ഇന്നലത്തെ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ എവിക്ഷൻസ് ഉണ്ടാവില്ല. കാരണം ലാലേട്ടന്റെ ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും എവിക്ഷൻസ് ഉണ്ടാകാൻ സാധ്യത കുറവ്. അത് അങ്ങനെ തന്നെയായിരുന്നു സംഭവിച്ചത്. എവിക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് 2 എവിക്ഷൻസ് ഉണ്ട്. ഒന്ന് അഭിലാഷും ഒന്ന് ജിഷിനുമാണ്. ശരിക്കും അഭിലാഷ് അത് ഡിസർവിങ് ആണ്. കാരണം അഭിലാഷിന്റെ ഭാഗത്തുനിന്ന് ഒരു ഗെയിമോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. അത്ര വലിയൊരു ഗെയിമറായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. പക്ഷെ ജിഷിൻ കുറച്ചൊക്കെ രസകരമായിട്ടും ഒക്കെ കളിക്കുകയും അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്ത ഒരു സമയമാണ്. പക്ഷെ ഇന്നലെ ജിഷിനും ഈ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ആദിലേക്ക് നമ്മൾ കൊടുത്തപ്പോൾ നമ്മളോർത്ത് ആദില് ഔട്ട് ആവുന്നു. പക്ഷെ ഇന്നലെ ജിഷിനും ഇതുപോലെ അഭിലാഷിനും നമ്മുടെ ബിഗ് ബോസ് വിളിച്ച എവിക്ഷൻ റൂമിൽ വിളിച്ച എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുന്നതും പ്രാങ്ക് ആയിരുന്നു പറയാം, ഞങ്ങൾ കുറച്ച് നേരം കൂടെ കളിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് കുറച്ച് സ്പേസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും അതിൽ ശരിക്കും ഔട്ട് ആവേണ്ട ആളായിരുന്നു. അപ്പൊ ഇന്നലത്തെ ആ ഒരു ഇതുകൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ കമ്മ്യൂണിറ്റി കാർഡും ഒക്കെ കാണും ഇതിനകത്ത്. അതൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക്, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അപ്പൊ ഇന്ന് ലാലേട്ടനല്ല, ഈ പറഞ്ഞ പോലെ സ്പൈക്കുട്ടം വന്നിട്ടാണ് അവരെ എവിക്ട് ചെയ്യുന്നത്. അതായത് പപ്പാതി നിർത്തിയിട്ടാണ് എവിക്ട് ചെയ്യുന്നത്. ആദ്യം ഒരു കുറച്ച് പേര് ആര്യനെയും ജിഷിനെയും ഷാനവാസിനെയും ഒക്കെ നിർത്തുന്നു. അതിനുശേഷം അടുത്തത് അങ്ങനെ ഒരു എവിക്ഷനാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ആദ്യം ജിഷിൻ പോകുന്നു, പിന്നെ അഭിലാഷ് പോകുന്നു, അല്ലെങ്കിൽ തിരിച്ചോ മറിച്ചോ എങ്ങനെയും ആവാം. അപ്പൊ ഇവർ രണ്ടുപേരും എവിക്ട് ആവും. അപ്പം ക്ഷമാപണം ചോദിക്കുന്നു ഞാനും. കാരണം ഇതൊക്കെ ഞാൻ കണ്ട് എൻ്റെ ആ രസച്ചായിട്ട് അങ്ങ് പോയിട്ട് അപ്പൊ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ജിഷിൻ പറഞ്ഞ പോലെ ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇനി ആർക്കും വേണ്ടെന്ന് വിചാരിച്ച അനു കളിച്ച ഗെയിമാണെന്ന് പറയുന്ന പോലെ എന്റെ രസച്ചായിട്ട് അങ്ങ് പൊട്ടിച്ചു. അപ്പൊ പിന്നെ ആരുടെയെങ്കിലും ഒക്കെ കൂടെ പൊട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഇതുപോലെ അനീഷും പക്ഷെ ഇന്നലെ ഉണ്ടല്ലോ പക്കായിരുന്നു ലാലേട്ടന്റെ അനീഷിന്റെ പ്രസ്താവന. അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ സ്കോർ ചെയ്തത്. എവിക്ഷന് അതായത് കഴിഞ്ഞ ദിവസം ജയിലിൽ വിട്ടവരെ തന്നെയാണോ ഇന്ന് നിങ്ങൾ എവിക്ഷൻ ഫ്രീ ആക്കുന്നതെന്ന് ചോദിച്ചാൽ ലാലേട്ടൻ അത് സ്പൈക്കുട്ടിന് കൊടുക്കുകയാണ് കാർഡ്. അത് നന്നായെന്ന് ഞാൻ പറയാനുള്ളൂ. അതിനകത്ത് പെങ്ങള് കാർഡ് ഷാനവാസ് കളിക്കുന്നില്ല, പെങ്ങള് കാർഡോ അനിയത്തി കാർഡോ ഒന്നും എടുത്തില്ല. അനീഷ് വ്യക്തമായ കാണുന്നത് ഇത് പക്ക പ്ലാനിങ് തന്നെയാണ്. അതായത് ഒരിക്കലും ആദിലെ അല്ലായിരുന്നു അവിടെ ഡിസർവിങ്, മറ്റെത്രയോ പേരുണ്ട് അവിടെ ഡിസർവിങ്. അതിലൂടെയൊക്കെ പ്രകടനം കണ്ടാൽ നമുക്ക് ആർക്കും എവിക്ട് ചെയ്യാനേ തോന്നുള്ളൂ അല്ലെ. സത്യം പറഞ്ഞാൽ അനീഷിനോടുള്ള ആ ഒരു ഇതും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അതിലെ എന്തായാലും എവിക്ട് ആയില്ല. അതിലെ ഇപ്പം 2 ആഴ്ചത്തോളം ഇതുപോലെ തന്നെ ലോട്ടറി അടിച്ച ആളാണെന്നറിയോ, സാബുമാനാണ്. സാബുമാൻ സത്യം പറഞ്ഞാൽ എന്താ ചെയ്തത് സാബുമാന് പോലും അറിയില്ല. അപ്പൊ ഇന്നലത്തെ സംഭവങ്ങൾ അതൊക്കെയായിരുന്നു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.